إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله تعالى أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും ജീവിതത്തിൽ മുൻഗണന നൽകി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അവൻ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ അയൽപ്പക്കക്കാർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അവരുടെയൊക്കെയും ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ലോകത്തിലൊരു ഭാഗത്ത് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സ്ത്രീകളും മക്കളും പുരുഷന്മാരുമെല്ലാം തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത, ഒരർത്ഥത്തിലും നമ്മൾക്ക് ആലോചിക്കാനോ സങ്കല്പിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള അതിഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ കൊണ്ടോ നമ്മുടെ സങ്കല്പശേഷി കൊണ്ടോ ഒരുപക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഒരാൾ ജീവിതത്തിൽ ഏതൊക്കെ രൂപത്തിലാണോ
ഭൗതികമായി ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്, സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്, മനസ്സമാധാനം കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജീവിതത്തിലേറെ സന്തോഷം പകരുന്നത്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഉത്തേജനം പകരുന്നത് അവരുടെ മക്കളായിരിക്കാം. ചിലർക്ക് അവരുടെ കുടുംബാംഗങ്ങളായിരിക്കാം. മറ്റു ചിലർക്ക് അവരുടെ കച്ചവട സ്ഥാപനങ്ങളായിരിക്കാം, അവരുടെ സാമ്പത്തിക രംഗങ്ങളായിരിക്കാം. ഇങ്ങനെ പല വിധത്തിൽ ഭൗതികമായ പല കാര്യങ്ങളും ഈ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും പകർന്നു നൽകുന്നുണ്ട്. എന്നാൽ ഫിലസ്തീനിലുള്ള, ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ഏത് ഭൗതികമായ ഏത് കോണിലൂടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ മേഖലകളിലും അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കിടപ്പാടങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു, അവരുടെ കുടുംബാംഗങ്ങൾ അവർക്ക് നഷ്ടമാകുന്നു, അവരുടെ സന്താനങ്ങൾ, നൊന്തുപെറ്റ മക്കൾ അവർക്ക് നഷ്ടമാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നീതിയാവുക അവരിൽ നിന്ന് അപഹരിക്കപ്പെടുന്നു. അവർക്ക് അത് അനുഭവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. ഏറ്റവും അവസാനമായിട്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളവും ഭക്ഷണവും പോലും ആസൂത്രിതമായി അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് ഒരു ദിവസം ശരാശരി ജീവിക്കാൻ ആവശ്യമായ ദാഹജലം പോലും ബഹുഭൂരിപക്ഷം വരുന്ന ഗസയിലുള്ള സഹോദരന്മാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അഥവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഊഹിച്ചു നോക്കുക, ശുചീകരണത്തിനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ജലലഭ്യത നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്ര കഷ്ടതയിലാണ് അത്തരം കാര്യങ്ങൾ, ദയനീയമായാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളവും ഭക്ഷണവും നൽകാതെ ആസൂത്രിതമായി ഒരു വംശഹത്യക്ക് ആ ജനത വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായി ലോകം മുഴുവൻ അതിന് മൗനാനുവാദം നൽകിയിരിക്കുകയാണ്. സ്വന്തം മകനും മകളും, സ്വന്തം കുഞ്ഞുമക്കൾ ഭക്ഷണം ലഭിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാൻ കഴിയാതെ ചില മാതാപിതാക്കൾ ഇതിലും ഭേദം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എന്റെ പിഞ്ചുമക്കളുടെ ചേതനയേറ്റ ശരീരം അത് വികൃതമാക്കപ്പെട്ട രൂപത്തിലാണെങ്കിലും കിട്ടുന്നതായിരുന്നു എന്ന് വരെ അവർ പറഞ്ഞു പോകുകയാണ്. കാരണം ഒരൊറ്റ വേദന അവർക്ക് സഹിച്ചാൽ മതിയായിരുന്നുവല്ലോ, ഒരൊറ്റ പൊള്ളൽ അവർക്ക് ഏറ്റാൽ മതിയായിരുന്നു. എന്നാൽ ഇത് ഇഞ്ചിഞ്ചായി അവരിത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളോളം ആ കുഞ്ഞുമക്കൾ അവരുടെ മുന്നിൽ കിടന്ന് ദയനീയമായിട്ട്, വളരെ ദയനീയമായ അവസ്ഥയിൽ എല്ലും തോലുമായി അവര് ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിസ്സഹായതയാണ്. ഒരു വല്ലാത്തൊരു നിസ്സഹായത നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ഒരു അരിമണി പോലും അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ അർത്ഥത്തിലുള്ള അതിഭയങ്കരമായ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നാം മുസ്ലിം ലോകം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരം പരീക്ഷണങ്ങളെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ചില ഖുർആനിക വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളും പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇന്നേ വരെ നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അറിഞ്ഞിരുന്ന, ഒരുപാട് കാലങ്ങളായി കേട്ട് പഠിച്ചിരുന്ന ഈ ചരിത്രങ്ങളിൽ ഇങ്ങനെ ഒരു പാഠമുണ്ടായിരുന്നു എന്ന് ഇത്തരം പശ്ചാത്തലങ്ങളെ മുൻനിർത്തി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അദ്ദേഹത്തിന്റെ അനുചരന്മാരും കടന്നു പോകുന്നുണ്ട്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, യാസിർ കുടുംബം അനുഭവിച്ച ഒരു പീഡനം നമ്മൾ ഒരു കേസ് സ്റ്റഡിയായി എടുത്തു നോക്കുക. ഭാര്യയും ഭർത്താവും വളരെ പരസ്യമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ. അവരുടെ കൊച്ചുമകനായിരുന്ന ഒരു ബാലനായിരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവും അവരുടെ കൂട്ടത്തിലുണ്ട്. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങളോളം അവരെ പട്ടിണിക്കിടാണ്. വളരെ പരസ്യമായി ചെയ്യാൻ സാധിക്കുന്ന സകല ക്രൂരതകളും ആ വൃദ്ധരായ ദമ്പതികളുടെ മേൽ അവരടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ദിവസം അബൂജഹല് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരെ പരിഹസിച്ചു.
ആളുകളൊക്കെ ഒന്നിച്ച് അവരെ പീഡിപ്പിച്ചു. അവർക്കെതിരിൽ ചെയ്യാൻ സാധിക്കുന്ന പല ക്രൂരതകളും അവരുടെ ശരീരത്തിന് മേൽ നടപ്പിലാക്കി. അവർ ആർത്തട്ടഹസിച്ചു, ചിരിച്ചു കളിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് സാക്ഷാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കരികിലൂടെ റസൂൽ നടന്നു പോകുന്നുണ്ട്. അവർ റസൂലിനൊന്ന് കൈ നീട്ടിയാൽ അവരെ പിടിക്കാൻ കഴിയും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സഹായനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബറൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സഹനതയുള്ളവരാവുക. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗമാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ട് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ആ ക്രൂരനായ ആ വ്യക്തി ഒരു കുന്തമെടുത്ത് ആദ്യത്തെ ഷഹീദയായിട്ട് മാറിയ നമ്മുടെ മാതാവും സഹോദരിയുമായ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഇരു കാലുകൾക്കിടയിലൂടെ വയറിലേക്ക് കുന്തം ഇറക്കുകയാണ്, കുത്തിയിറക്കുകയാണ്. അവരുടെ ഭർത്താവ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വന്തം മകൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി സുമയ്യ റളിയല്ലാഹു അൻഹയെ അവര് അതിക്രൂരമായിട്ട് കൊല ചെയ്യുകയാണ്. പിന്നീട് യാസിർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിയാണ്. അദ്ദേഹത്തെയും അതികഠിനമായി പീഡിപ്പിച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു. പിന്നീട് അമ്മാർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിയുന്നു. അദ്ദേഹം വേദന സഹിക്കാൻ കഴിയാതെ കുഫ്രിന്റെ വാക്കുകൾ പറഞ്ഞു പോകാൻ അറിയാതെ, അതിൽ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിയാതെ വീണ്ടും പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നിട്ട് അദ്ദേഹം പരാതി പറയുന്നുണ്ട്. ഞാൻ വേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ പറഞ്ഞുപോയി പ്രവാചകരെ, എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് ഇനിയും വേണമെങ്കിൽ ഇനിയും അങ്ങനെ പറയാം, നിന്റെ മനസ്സിൽ ഈമാൻ ഉള്ളിടത്തോളം കാലം. അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ വചനം പോലും അതിനെ അനുവദിച്ചുകൊണ്ട് ആ സമയത്ത് ഇറങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ ഒരു നിസ്സഹായാവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും കടന്നുപോയിട്ടുണ്ട്. ഈ നിസ്സഹായാവസ്ഥ സഹിക്കാൻ കഴിയാതെ ഖബ്ബാബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഈ അർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന, വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന സഹാബാക്കൾ അമ്മാർ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അവര് സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ അടുക്കിലേക്ക്, കഅബയുടെ അടുക്കൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ അവരുടെ അടുക്കിലേക്ക്, റസൂലിന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇല്ല മത്താ റസൂലല്ലാഹ്, ഇനിയും എത്ര കാലാണ് റസൂൽ ഇത് ഞങ്ങൾ സഹിച്ചു കഴിയുക? എത്ര കാലമായി പ്രവാചകരെ ഞങ്ങൾ ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും എപ്പോഴാണ് ഞങ്ങൾക്ക് സഹായം ലഭിക്കുക? എന്നിട്ട് അവർ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, താങ്കൾ ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ എന്ന് അവര് സഹിക്കാൻ കഴിയാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പോവാണ്. ആ സമയത്ത് പ്രവാചകൻ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിലാണ് ഈ നിസ്സഹായാവസ്ഥയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി, ഖദ് കാന മൻ ഖബ്ലകും യുഖദുർ റജുലു ഫയുഖ്ഫസു ലഹു ഫിൽ അർദ്. പ്രവാചകൻ മുമ്പ് കഴിഞ്ഞു പോയ ചില സമൂഹം ഈ ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ചില ത്യാഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. ചില മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം, നിങ്ങളെക്കാൾ മുന്നേ കഴിഞ്ഞു പോയ സമൂഹം, അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർ കുഴിയിലേക്ക് ഇറക്കി വെക്കപ്പെടുമായിരുന്നു. ഈർച്ചവാളുകളുണ്ട് ജീവനോടെ അവരെ രണ്ട് തുണ്ടമാക്കുമായിരുന്നു. ഇരുമ്പ് ചീർപ്പ് കൊണ്ട് ജീവനോടുകൂടി തന്നെ അവരുടെ കൈകാലുകളിലുള്ള മാംസവും അസ്ഥിയും വേർപെടുത്തപ്പെടുമായിരുന്നു. എന്നിട്ട് പോലും അവരവരുടെ ദീനിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പ്രേരിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിട്ടുള്ള ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പുലരാനിരിക്കുന്ന വലിയൊരു പ്രതീക്ഷ അവരുടെ മുന്നിൽ പങ്കുവെക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്താണ് പറയുന്നത്, ഇനി ഒരു ദിവസം വരാനുണ്ട്, ആ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു, അന്ന് സനആയിൽ നിന്ന് ഹദറമൗത്ത് വരെയും ചെന്നായ്ക്കളെ അല്ലാതെ മറ്റൊന്നിനെയും ഭയക്കാതെ ഒരു യാത്രക്കാരന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാനുണ്ട് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ ഒരു സന്തോഷ വാർത്തയും ശുഭവാർത്തയും പ്രവാചകന്റെ സ്വപ്നവും അവരുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പൊ രണ്ട് പാഠങ്ങളാണ് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ആ ചരിത്രത്തിൽ പീഡിതരായ ആളുകളാണ് വിജയിച്ചിട്ടുള്ളത്. അവർക്കെതിരിൽ ക്രൂരമായ ആക്രമണ മുറകൾ കെട്ടഴിച്ച് വിട്ട ആളുകൾ, അതിന് ചുക്കാൻ പിടിച്ച ആളുകൾ, അതൊക്കെയും നശിച്ചു പോവുകയാണ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു പാഠം ആദ്യം നമ്മൾ ഉൾക്കൊള്ളുക. രണ്ടാമതായി നമ്മൾ പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക. ഈ രണ്ട് പാഠങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പകർന്നു നൽകുന്നത്. വിശുദ്ധ ഖുർആനും ഇതേ പാഠം തന്നെയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഈ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളെ, അതികഠിനമായ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ആ കൂട്ടരോടാണ് അള്ളാഹു ചോദിക്കുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. മുന്നേ കടന്നുപോയ ആളുകൾ
സഹിച്ചതുപോലത്തെ പീഡനങ്ങളും ആ അർത്ഥത്തിലുള്ള യാതനകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടാതെ സ്വർഗത്തിലേക്ക് കടന്നു കളയാം എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിട്ട ആളുകളോടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അവരെ വിശുദ്ധ ഖുർആൻ പ്രേരിപ്പിക്കുന്നത് ചരിത്രത്തിലേക്ക് നോക്കാനാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അസാബത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു, അവരെ മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു, അതികഠിനമായ പരീക്ഷണങ്ങൾ അവരെ പിടികൂടി. എത്രത്തോളം എന്നാൽ ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്, വിശ്വാസികൾ മാത്രമല്ല അവരുടെ പ്രവാചകൻ പോലും ചോദിച്ചു പോയി മതാ നസ്റുല്ലാഹ്, ഇപ്പൊ സഹായം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴാണ് സഹായം വരാനിരിക്കുന്നത്? ഇത്ര കഠിനമായ പരീക്ഷണങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടും അതിനെ നേരിട്ടിട്ടും അള്ളാഹുവിന്റെ സഹായം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴാണ് അള്ളാഹു സഹായം വരാനിരിക്കുന്നത് എന്ന് അവരുടെ പ്രവാചകന് പോലും ചോദിച്ചു പോകുമാറ് കഠിനമായ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ആളുകൾ നേരിട്ടിട്ടുണ്ട്, അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെയും പടച്ചവൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അവർക്ക് സന്തോഷം പകരുന്ന, അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വർത്തമാനം കൂടി പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിന്റെ വിജയം അത് സുനിശ്ചിതമാണ്, അത് തീർച്ചയായും വന്നെത്തും, അത് അടുത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് എന്നൊരു പ്രതീക്ഷ. ഇവിടെയും രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ചരിത്രത്തിലേക്ക് നോക്കി ഊർജം ഉൾക്കൊള്ളുക, രണ്ടാമതായിട്ട് ഊർജം പകരുക, രണ്ടാമതായിട്ട് പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക. ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസ സമൂഹത്തെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുള്ളത്. വലിയ പരാജയം എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനിന്റെ ആ ലെൻസിലൂടെ നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങേയറ്റം വികൃതമായി നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പരാജയമല്ല, വിജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതീക്ഷ അറ്റുപോയ സാഹചര്യങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷകൾ അത് നമുക്ക് സമ്മാനിക്കും. നമ്മൾ ഏത് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം ഉഹുദാനന്തരം അവതരിച്ച ആയത്തുകൾ നോക്കുക, അതല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട്, ഹുദൈബിയ സന്ധി എന്നുള്ളത് വിശ്വാസികൾക്ക് അതിനോളം വിശ്വാസികൾ നിരാശരായ മറ്റൊരു ഘട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപക്ഷെ കടന്നുപോയിട്ടുണ്ടാവുകയില്ല. എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾ നിരാശ ബാധിച്ച് ഉംറ ചെയ്യാനുള്ള വലിയ ആ അർത്ഥത്തിലുള്ള ഉറച്ച വിശ്വാസവുമായിട്ട് പുറപ്പെട്ട് അവസാനം ഒന്നിനും സാധിക്കാതെ നിന്ദ്യരായി അവിടുന്ന് മടങ്ങി വരേണ്ട ആ അവസ്ഥ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ സഹാബാക്കൾ നിയന്ത്രണം വിട്ടുകൊണ്ട് റസൂലിനോട് ചോദിച്ചു പോകുന്നുണ്ട്, താങ്കൾ ശരിക്കുള്ള പ്രവാചകൻ തന്നെയല്ലേ എന്ന് സാക്ഷാൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു പോകുന്ന രീതിയിലുള്ള നിരാശ അവരെ ബാധിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുണ്ടനം ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഒരു സഹാബി പോലും അനങ്ങുന്നില്ല, അത്രമാത്രം നിരാശയിൽ അവർ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നത്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, നിങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അത് വിജയമാകുന്നത്? അഫതുഹുൻ ഹുവ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇത് വിജയമാണോ പ്രവാചകരെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അറിയാനും വായിക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. ആ ആയത്തുകൾ അവതരിക്കുന്നതോടുകൂടി മുസ്ലിം സമൂഹം സന്തോഷഭരിതരാകുന്നുണ്ട്, അവർ ആഹ്ലാദിക്കുന്നുണ്ട്. ഇത് വിജയമാണ്, അത് വിജയമായിരുന്നു, അത് മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ തുടക്കമായിരുന്നു. അവിടെ മുതൽക്കായിരുന്നു യഥാർത്ഥത്തിൽ അറേബ്യ മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽക്കീഴിലേക്ക് വന്നത്. ആ അർത്ഥത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ രൂപത്തിൽ ഇന്നത്തെ സാഹചര്യവുമായി തട്ടിച്ച് അത്തരം ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു ഈ അർത്ഥത്തിൽ പടച്ചവനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വംശീയ ഉന്മൂലനത്തിന് ഇരയാക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഒരു ചരിത്രം സൂറത്തുൽ ബുറൂജിൽ, അതാണ് സൂറത്തുൽ ബുറൂജിന്റെ പ്രമേയം. സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അസ്ഹാബുൽ ഉഖ്ദൂദ് എന്നാണ് അവരെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബുറൂജ് ആരംഭിക്കുന്നത് തന്നെയും വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ആ നക്ഷത്ര സ്ഥാനങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു ആ ആയത്ത്, ആ സൂറത്ത് ആരംഭിക്കുന്നത്. ബുറൂജ് എന്ന അറബി പദത്തിനർത്ഥം ഗോപുരങ്ങൾ എന്നുള്ളതാണ്. ആ ആയത്ത് കേൾക്കുമ്പോൾ അറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് കോട്ടകളുടെ മുന്നിൽ നിരീക്ഷണത്തിന് വേണ്ടി സ്ഥാപിക്കുന്ന വലിയ ഉയർന്ന ഗോപുരങ്ങൾ കൂടി കടന്നു വരും. അഥവാ ഈ ആക്രമണങ്ങളും ഈ അർത്ഥത്തിലുള്ള നിഷ്ഠൂരമായ പ്രവൃത്തികളെല്ലാം അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് ഇതൊക്കെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ഫജ്റിൽ ഈ ആയത്തിന് തൊട്ട് മുന്നേയുള്ള ആയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഫിറഔൻ ഈ ലോകത്ത് അനിയന്ത്രിതമായി ചെയ്തു വെച്ച അതിക്രമങ്ങൾ, ഫസാദുകൾ, അതിനെപ്പറ്റി പറഞ്ഞ തൊട്ടുടനെയാണ് അള്ളാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പറയുന്നത്.
കാരണം അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അനിയന്ത്രിതമായി ആരും നിയന്ത്രിക്കാനില്ലാത്ത വിധത്തിൽ ഫിറഔൻ ഈ ലോകത്ത് ഫസാദുകൾ പ്രചരിപ്പിച്ചപ്പോ ഒരുപക്ഷെ വിശ്വാസികൾക്ക് തോന്നിപ്പോയേക്കാം, പടച്ച റബ്ബ് ഇതൊന്നും കാണുന്നില്ലേ, അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ എന്നവർക്ക് തോന്നിപ്പോയേക്കാം. ആ തോന്നുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്ത് വരുന്നത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായും അതെ, നിന്റെ റബ്ബ് അതൊക്കെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങളുടെ കണ്ണുകൾ കട്ടുനോക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന ആയത്ത് അവിടെയാണ് അവതരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ നമുക്ക് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മുടെ മുന്നിൽ വരാത്തത്? എന്തുകൊണ്ടാണ് ശത്രുക്കൾ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടാത്തത്? അവിടെയാണ് രണ്ടാമത്തെ ആയത്ത് വൽയൗമിൽ മൗഊദ്. എല്ലാത്തിനും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, എല്ലാത്തിനും അല്ലാഹു തീരുമാനിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്, ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമകാരികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ പറ്റി അല്ലാഹു ഗഫ്ലത്തിലാണ്, അത് അല്ലാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ അറിയാതെ പോലും ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു മനോഭാവം കടന്നു വരരുത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫില. അല്ലാഹു ഇതൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും നിരച്ചു പോകരുത്. നിങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്നത് പോലെ കുഫാറുകളായ ആളുകൾ, അല്ലാഹുവിന്റെ നിഷേധികളായ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ പടച്ചവന്റെ അസാബിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ടല്ലോ, ചില ആളുകൾ പരസ്യമായിട്ടും ചില ആളുകൾ മനസ്സിലും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ കൂടെയാണെങ്കിൽ എന്തേ നിങ്ങളെ സഹായിക്കാത്തത്, എന്തേ നമ്മുടെ മേൽ അസാബ് ഇറങ്ങാത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അവരങ്ങനെ ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, വയസ്തഅ്ജിലൂനക ബിൽ അസാബ്. പ്രവാചകരെ, താങ്കളോട് അസാബിന് വേണ്ടി അവർ ധൃതി കൂട്ടാണ്, താങ്കൾ പറയുന്ന അസാബ് എന്ന് ഇറങ്ങട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിക്കാണ്. അള്ളാഹു പറയാണ് വലൻ യുഖ്ലിഫല്ലാഹു വഅദ. എന്നാൽ അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. പടച്ചവൻ ഒരു കാര്യത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. വയസ്തഅ്ജിലൂനക ബിൽ അസാബ്. പ്രവാചകരെ, താങ്കളോട് അവർ അസാബിന് വേണ്ടി ധൃതി കൂട്ടുന്നു. വലൗലാ അജലും മുസമ്മൻ ലജാഅഹുമുൽ അസാബ്. കൃത്യമായ ഒരു സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലജാഅഹുമുൽ അസാബ്, ആ അസാബ് അവരിലേക്ക് വർഷിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും കൃത്യമായ സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. വലയഅതിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അവർ പോലും അറിയാതെയായിരിക്കും, പൊടുന്നനെയായിരിക്കും ആ ശിക്ഷ അവരെ പിടികൂടുക. ഞങ്ങൾ ഇതാ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്, ഞങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചന പോലും ശത്രുക്കൾക്ക് അള്ളാഹു ഒരുപക്ഷെ കൊടുക്കുകയില്ല. വല്ലദീന കസ്സബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. സൂറത്തുൽ അറാഫിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്, അവരെ നാം പിടികൂടുക അവർ പോലും അറിയാത്ത രൂപത്തിൽ പടിപടിയായിട്ടാണ് പിടികൂടുക. ഞങ്ങളുടെ കുഴിയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ശത്രുക്കൾക്ക് ഒരിക്കലും മനസ്സിലാകുകയില്ല. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഖുൽ ലൗ അന്ന ഇൻദി മാ തസ്തഅ്ജിലൂന ബിഹി ലഖുദിയൽ അംറു ബൈനി വ ബൈനകും. പ്രവാചകരെ, താങ്കൾ പ്രഖ്യാപിക്കുക, താങ്കൾ കൽപ്പിക്കുക, ലൗ അന്ന ഇൻദി മാ തസ്തഅ്ജിലൂന ബി. നിങ്ങൾ ഈ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ കാര്യം, നിങ്ങളെ ശിക്ഷിക്കാൻ, ഞങ്ങൾക്ക് വിജയം കൊണ്ടുവരാനുള്ള ആ അവകാശവും അധികാരവും എല്ലാം അല്ലാഹു എനിക്കായിരുന്നു നൽകിയിരുന്നതെങ്കിൽ, അഥവാ പ്രവാചകനായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ലഖുദിയൽ അംറു ബൈനി വ ബൈനകും. കാര്യങ്ങളൊക്കെ എപ്പോഴേ തീരുമാനിക്കപ്പെടുമായിരുന്നു, എപ്പോഴേ നിങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു, എപ്പോഴേ വിശ്വാസികൾക്ക് വിജയം വന്നിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ വല്ലാഹു അഅലമു ബിദ്ദാലിമീൻ. ആരേക്കാളും ദാലിമീങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അവനാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. ഒരാൾക്കും അറിയാൻ കഴിയാത്ത അദൃശ്യ ജ്ഞാനങ്ങളുടെ താക്കോലുകൾ അത് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണ്, അത് മറ്റാർക്കും അറിയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും നടക്കുന്ന സകലതും അവന്റെ അറിവിൽ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. എത്രത്തോളം എന്നാൽ ഈ ലോകത്ത് ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല, ഇല്ലാ യഅലമുഹാ. അല്ലാഹുവിന്റെ ഇൽമിൽ അത് അറിഞ്ഞിട്ടല്ലാതെ ഒരു ഇല പോലും ഇവിടെ ഈ ലോകത്ത് പൊഴിഞ്ഞു പോകുന്നില്ല എന്ന് പോലും വിശുദ്ധ ഖുർആൻ പറയാണ്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയുടെ കൂരിരുട്ടിൽ വളർന്നു വരുന്ന ആ ധാന്യം, ആ വിത്ത്, അതുപോലും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, കൃത്യമായി പടച്ചവന്റെ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത്ര കൃത്യമായി സൂക്ഷ്മമായ സകലതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുക്കുന്ന മറുപടി.
അഥവാ ആ രൂപത്തിലുള്ള ഒരു ഈമാനാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതൊക്കെയും പടച്ചവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അള്ളാഹു കൃത്യമായൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വശാഹിദും വമശ്ഹൂദ് സൂറത്തുൽ ബുറൂജിന്റെ 3-ാമത്തെ ആയത്ത് സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നത് കൊണ്ട് അള്ളാഹു സത്യം ചെയ്യണം. അഥവാ മുഫസ്സിരീങ്ങളൊക്കെയും അതിന് നൽകിയിട്ടുള്ള വിവരണം അത് ഖിയാമത്ത് നാൾ എന്നുള്ളതാണ്. ഖിയാമത്ത് നാള് അത് പല സാക്ഷ്യ പറച്ചിലുകളും നടക്കുന്ന ഒരു രംഗമാണ് അന്ത്യനാള് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതോ സങ്കല്പിക്കാൻ കഴിയുന്നതോ കഴിയാത്തതുമായ പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയുന്ന ഒരു ദിവസമാണത്. അതുകൊണ്ടാണ് യൗമും മശ്ഹൂദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിച്ചത്. അന്ന് ആളുകളുടെ കൈകാലുകൾ അവർക്കെതിരിൽ സാക്ഷി പറയും. അവരുടെ അൽസിനതുഹും അവരുടെ നാവുകൾ സ്വയം അവർക്കെതിരിൽ സാക്ഷി പറയും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. അവരുടെ കൈകൾ അന്ന് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ അതിന് സാക്ഷി പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ഭൂമി അന്ന് സംസാരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ പരലോകത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയും. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾക്ക് അനുകൂലമായി മാറും, അല്ലെങ്കിൽ പ്രതികൂലമായി മാറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും, അതല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി പറയും. നമ്മുടെ കൂട്ടുകാരും അയൽവാസികളും ബന്ധുമിത്രാദികളും മക്കളും നമുക്ക് അനുകൂലമായി സാക്ഷി പറയും, അതല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി പറയും. ആ മശ്ഹൂദായ ദിവസത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പിന്നെ പറയുന്നത്, ആ കിടങ്ങുവാസികൾ നശിച്ചു പോകട്ടെ, അവർ നശിക്കട്ടെ. ഖുത്ല അസ്ഹാബുൽ ഉഖ്ദൂദ്, അവർ നശിച്ചിരിക്കുന്നു. അവർ ചെയ്ത തെറ്റെന്താണ്? അന്നാരി ദാത്തുൽ വഖൂദ് ഇസ്ഹും അലൈഹാ ഖുഊദ്. അവർ ഇന്ധനം നിറച്ചുകൊണ്ട് തീക്കുണ്ടാരം ഉണ്ടാക്കുകയും ഇസ്ഹും അലൈഹാ ഖുഊദ് അതിന് ഓരങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ ആസ്വദിക്കുകയും ചെയ്യണം. ഖുഊദ് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ ഇരുത്തമെന്നാണ്. പാർത്ഥത്തിൽ വിശ്വാസികളായ സ്ത്രീകളെയും പിഞ്ചു മക്കളെയും വൃദ്ധരായ ആളുകളെയും എല്ലാം ആ തീക്കുണ്ടാരത്തിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനോരത്തിരുന്നുകൊണ്ട് ആ മാംസത്തിന്റെ ഗന്ധം കരിഞ്ഞുണങ്ങുന്ന വിശ്വാസികളുടെ മാംസത്തിന്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവരുടെ ആർത്തട്ടഹാസങ്ങൾ കേട്ട് ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് ആ ഓരങ്ങളിൽ അവർ ഇരിക്കുമായിരുന്നു. ഇസ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വിശ്വാസികൾക്ക് മേൽ അവർ അടിച്ചേൽപ്പിക്കുന്ന ആ ക്രൂര പ്രവൃത്തികൾക്കൊക്കെയും അവർ സാക്ഷികളായിരുന്നു. അതിനൊക്കെ അവർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഫിലിസ്തീനിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതിക്രൂരമായിട്ട് അവരെ കൊല്ലുക, അത് ആസ്വദിക്കുക, അത് ലോകത്തെ മുഴുവൻ കാണിക്കുക. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. അല്ലാഹു പറഞ്ഞ എത്ര കൃത്യമാണ്. വിശ്വാസികൾക്കെതിരെ നടത്തുന്ന ആ കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാണ്. വഹും ശുഹൂദ്. ഈ ഗസയുടെ ഈ ഫിലിസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനെ ഇന്ന് ആളുകൾ പറയുന്നത് ദി മോസ്റ്റ് ഡോക്യുമെന്റഡ് ജനസൈഡ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ഒപ്പിയെടുക്കപ്പെട്ട ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയും അതിന് സാക്ഷികളാണ്. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. മുഅ്മിനീങ്ങൾക്കെതിരെ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്രൂരതകൾക്ക് വഹും ശുഹൂദ് അവർ സാക്ഷികളായിരുന്നു. അവരത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചില ആളുകൾ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അവർ ചെയ്ത തെറ്റെന്തെന്നറിയുമോ? അജയ്യനായ സുത്യർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതത്രേ അവർ ചെയ്ത ഏക തെറ്റ്. അതിന്റെ പേരിലാണ് ഈ ക്രൂരതകൾ അവർ ഏറ്റുവാങ്ങുന്നത്. അവിടെ അള്ളാഹു ഉപയോഗിച്ച സിഫത്ത് അസീസ് എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിന്റെ പ്രതാപം അപ്പോഴും അവന് തന്നെയാണ്. വലില്ലാഹിൽ ഇസ്സ. ഇതൊന്നും കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇസ്സത്ത് ആ ശത്രുക്കളുടെ പക്ഷത്താണ്, അവർ അജയ്യരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവൻ അള്ളാഹു തന്നെയാണ് അപ്പോഴും അസീസ്, അള്ളാഹു തന്നെയാണ് അപ്പോഴും ഹമീദ്. ഒരു പക്ഷേ ഈ ആയത്ത് ഏറ്റവും കൃത്യമായി ഉൾക്കൊണ്ടിരിക്കുന്നത് ആ ഫിലിസ്തീനിലെ ജനത തന്നെയായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേതനയേറ്റ തങ്ങളുടെ മക്കളെ എടുത്തുകൊണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിക്കാണ്. അസീസ് ഹമീദ്, അള്ളാഹു ഹമീദാണ്, അൽഹംദുലില്ലാ എന്നവർ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹു അത്തായത്തിൽ പറയണം, അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചെറിയ ഒരു അധികാരം ലഭിച്ചതിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഏതൊരു അള്ളാഹുവിനെ വിശ്വസിച്ചു എന്നതിന്റെ പേരിലാണോ അവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ അള്ളാഹുവിന്റെ പ്രത്യേകത ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഈ കാര്യങ്ങളൊക്കെയും അവൻ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ വിശ്വാസികൾക്കെതിരിൽ അതിക്രമം പ്രവർത്തിച്ച ആളുകളെ അള്ളാഹു ഉപയോഗിച്ചത് ഫതനു, അവരെ ഫിത്നയിലാക്കിയ ആളുകൾ എന്നതാണ്. ഫതന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ
ഒരു കാര്യം തീക്ഷ്ണമായ ചൂടിൽ ശുദ്ധീകരിച്ചെടുക്കുന്നതിനാണ് റബീൽ ഫത്ന എന്ന് പറയാം. അപ്പൊ വിശ്വാസികൾക്കെതിരിൽ അവർ ഈ ആക്രമണ മുറകൾ അഴിച്ചുവിടുമ്പോൾ അവർ വിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. വിശ്വാസികൾ കൂടുതൽ തങ്കങ്ങളായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഉയർന്ന ദറജകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആയത്തിൽ ദാലിക്കൽ ഫൗസുൽ കബീർ, ഇതാകുന്നു ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ചരിത്രം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. നമ്മൾക്ക് കാണുമ്പോൾ അത് വലിയ പരാജയമാണ്. തീക്കുണ്ടാരത്തിലിരുന്ന് എരിഞ്ഞമരുന്ന ആർത്തട്ടഹസിക്കുന്ന ചില പാവങ്ങളെയാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ദാലിക്കൽ ഫൗസുൽ കബീർ, അള്ളാഹുവിന്റെ അടുക്കൽ അവർ വിജയികളാണ്, അത് ഏറ്റവും ഉന്നതമായ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ചോദിക്കുന്നത് ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിറഔന വ സമൂദ്, ഫിറഔനെ നിങ്ങൾ കേട്ടിട്ടില്ലേ, സമൂദ് ഗോത്രത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഥവാ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഇത് ആദ്യമായി സംഭവിക്കുകയല്ല. ഈ അർത്ഥത്തിലുള്ള വംശഹത്യകളും ക്രൂരതകളും വിശ്വാസികൾക്കെതിരിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മെ അലട്ടേണ്ട ഒരു പ്രശ്നം ഇതിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഓരത്തിയെന്നുകൊണ്ട് അതിന് സാക്ഷികളായി അതിനെ അവഗണിച്ചുകൊണ്ട് അതിൽ ആനന്ദം കൊള്ളുന്ന ആളുകൾ, ആ മൗനത്തിൽ ഭാഗവത്താകുന്ന ആളുകളാണോ നമ്മൾ ആകുന്നത്? അതല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നിലയുറപ്പിക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ വെറും ഖുത്ബ പറയാനുള്ള ഒരു വിഷയങ്ങളായിട്ട് നമുക്ക് മാറരുത്. ലേഖനങ്ങൾ എഴുതാനുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് ഇന്ന് മാറിയിരിക്കാണ്. ശക്തമാകുമ്പോൾ, അക്രമങ്ങൾ ശക്തമാകുമ്പോൾ നമ്മുടെ നാടുകളിലെ പള്ളിയിലെ ഖുത്ബയുടെ വിഷയം മാറും, നമ്മുടെ ഇറങ്ങുന്ന ലേഖനങ്ങളിൽ വിഷയം മാറും. നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. സാധാരണ തമാശകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സാധാരണ രീതിയിലെ ചർച്ചകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലല്ല കാര്യം. ആത്മാർത്ഥമായിട്ട് ഇത് നമ്മുടെ ജീവിതത്തെയും മനോഭാവത്തെയും ബാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായ ചില മാറ്റങ്ങൾ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുക. വെറും ഒരുപാട് റീലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു ഫിലസ്തീന്റെ റീൽ, അപ്പൊ ഒരു വിഷമം. കുറച്ച് കഴിഞ്ഞ് മറ്റു പല റീലുകളും ഷോർട്സുകളും കണ്ടുകൊണ്ടേയിരിക്കും. ഫിലസ്തീനെ പറ്റി സ്റ്റാറ്റസ് ഇടും, തൊട്ടടുത്ത സ്റ്റാറ്റസ് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കും. ചിലപ്പോൾ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ആത്മാർത്ഥത. എന്നാൽ അത് മാറേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതിരിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഫിലസ്തീനും ഗസയും സംബന്ധിച്ച ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും നിലനിർത്തുക, അത് പുതുക്കിക്കൊണ്ടിരിക്കുക. അതേ സംബന്ധിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി നൽകുക എന്നാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമുക്ക് ലഭിക്കുന്ന വേദികളും അവസരങ്ങളും നമ്മൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തുക, അതല്ലാത്ത വേദികൾ പ്രയോജനപ്പെടുത്തുക. അതിനെപ്പറ്റി യാതൊരു അവബോധവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ മൗനത്തിന് നമ്മൾ ഭാഗവത്താകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹിഷ്കരണം നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെയും അത്തരം ബഹിഷ്കരണ പ്രക്രിയകൾ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അന്ധകാരത്തിൽ ഒച്ച വെക്കാൻ ശ്രമിക്കുന്ന, അതിൽ വെളിച്ചം വീശാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താങ്ങായിട്ട് മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവരുടെ കൂടെ നിൽക്കാൻ, അവരുടെ കൂടെ നിലയുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനെല്ലാം അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ എന്നും നിത്യവും അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നമ്മുടെ ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ തെളിവ്. ആലോചിക്കുക, ഓരോ നമസ്കാരത്തിന് ശേഷവും അതല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഈ സഹോദരങ്ങൾ വ്യക്തിപരമായ എന്റെ പ്രാർത്ഥനയിൽ കടന്നു വരാറുണ്ടോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചു നോക്കും. ഒരുപക്ഷെ കടന്നു വരുന്നില്ലെങ്കിൽ അതിനർത്ഥം അത്രയേ നമ്മൾ അവരെ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അവര് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഭാഗമായി മനസ്സിലാക്കി, നമ്മുടെ ഉമ്മത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെയും നമ്മുടെ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു മുസ്ലിം ഉമ്മത്ത് ഒരൊറ്റ സമൂഹമായിട്ട് നിലയുറപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ യാതനകളും പരീക്ഷണങ്ങളും അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ അർഹിക്കുന്ന സ്ഥാനം ഈ ലോകത്തും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുമായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകൾ കൃത്യമായി പൂർത്തീകരിക്കാനുള്ള അവസരവും ഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എതിരെ സാക്ഷ്യം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ.